കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ 10ാം സീസണിൽ ഇപ്പോൾ 10 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. സീസൺ മുന്നോടിയായി ടീമിലെത്തിച്ച ഘാന സ്ട്രൈക്കറാണ് ക്വാമി പെപ്രെ. നിലവിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി എല്ലാ മത്സരങ്ങളിലും ബൂട്ടണിഞ്ഞു. എന്നാൽ 10 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിന് മികച്ചത് എന്ന് അവകാശപ്പെടാൻ ഒന്നും തന്നെയില്ല. ചെന്നൈയിൻ FCക്കെതിരെ ഒരു ഗോൾ അടിച്ചു എന്നതിനപ്പുറം ഒരു മികച്ച പ്രകടനമില്ല. ഒരു സ്ട്രൈക്കറായ താരത്തിന്റെ പ്രധാന ഡ്യൂട്ടി തന്നെ എതിർ ടീമിനെ പ്രസ് ചെയ്ത് ഗോൾ കണ്ടെത്തുക എന്നതാണ്. എന്നാൽ എതിർ ടീമിനെ പ്രസ് ചെയ്യുന്നതിൽ പെപ്ര മികവ് പുലർത്തുന്നുണ്ടെങ്കിലും ഒരു ഗോൾ നേടുന്നതിലും അതിലേക്ക് ഒരു അസിസ്റ്റ് നൽകുന്നതിലോ പരാജയം തന്നെയാണ്. മറ്റ് പൊസിഷനുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് താരത്തെ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഒരു സ്ട്രൈക്കറുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. പെപ്രയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല, 10 മത്സരം കഴിഞ്ഞിട്ടും ഇനിയും മറ്റ് താരങ്ങൾക്ക് അവസരങ്ങൾ നൽകാതെ വീണ്ടും വീണ്ടും പെപ്രയിൽ തന്നെ ആശ്രയിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചും തികച്ചും പരാജയം തന്നെയെന്ന് പറയേണ്ടി വരും. ഇനി പെപ്രയ്ക്ക് അവസരങ്ങൾ നൽകാനാണെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം അവസാന 20 മിനിറ്റ് കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് ലെവനിൽ ദിമിത്രിക്കൊപ്പം ഇഷാൻ പണ്ഡിതയെയും ഇറക്കുക, അതുപോലെ മധ്യനിരയിൽ ഡൈസൂക സക്കായിയെയും ഇറക്കി ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ലൂണ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ വിദേശ താരങ്ങളുടെ എണ്ണവും കൂടില്ല. പെപ്രയെ ഒഴിവാക്കിയാൽ മുന്നേറ്റ നിരയിൽ ഇന്ത്യൻ താരങ്ങളെ പരീക്ഷിക്കാനും മധ്യനിരയിൽ സഗായിനെ ഇറക്കാനും അവസരം ലഭിക്കും. എന്നാൽ ഇതിനൊന്നും തയ്യാറാവാതെ വീണ്ടും പെപ്രയെ തന്നെ പരീക്ഷിച്ച് മുന്നേറ്റ നിര ഓരോ മത്സരത്തിലും പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവാൻ യൂക്കോമനോവിച്ച് നടത്തുന്ന ചില പരാജയ പരീക്ഷണങ്ങളാണ് പ്രിതം കോട്ടാലിനെ സെൻട്രൽ ബാക്കിൽ നിന്നും മാറ്റി വിങ്ങിൽ കളിപ്പിക്കുന്നത്. ആക്രമണത്തിൽ മികവ് പുലർത്താത്ത പ്രിതം കോട്ടാലിനെ വിങ്ങിൽ കളിപ്പിക്കുന്ന ടെക്നിക്സ് എന്താണെന്ന് മനസ്സിലായില്ല. ഇതുപോലുള്ള പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ ലൂണയില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സ്ക്വാഡ് തന്നെയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. ഗോൾ മുഖത്ത് മികവ് പുലർത്തുന്ന സച്ചിൻ സുരേഷ്, പ്രതിരോധ നിരയിൽ ലെസ്കോവിച്ച്, മിലോസ്, പ്രിതം കോട്ടാൽ, പ്രബീർ ദാസ്, ഇവരെ കൂടാതെ ഹോർമിപാം, സന്ദീപ് സിംഗ്, നൌച്ച സിംഗ് എന്നീ മികച്ച താരങ്ങളുമുണ്ട്. മധ്യനിരയിൽ വിപിൻ, ഡാനിഷ്, ഡയസൂക്ക, ഐമൻ, ഇവരെ കൂടാതെ രാഹുൽ KPയും അസറും. മുന്നേറ്റ നിരയിൽ ദിമിത്രിയോസിനൊപ്പം ഇഷാൻ പണ്ഡിതയും, ആവശ്യമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനായി പെപ്രയെ കൂടി ഇറക്കിയാൽ ഇപ്പോഴും ശക്തമായ ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ സ്റ്റാർട്ടിംഗ് ലെവനിൽ തന്നെ പ്രോപ്പറായി താരങ്ങളെ ഇറക്കാതെയും സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താതെയും താരങ്ങളെ അവരുടെ വീക്കായ പൊസിഷനിൽ കളിപ്പിച്ച് പരാജയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് തന്നെയാണ് ഇപ്പോൾ ടീമിന്റെ ബാധ്യത. ഇവാൻ യൂക്കോമനോവിച്ച് തന്റെ അടവുകൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തട്ടിമുട്ടിപ്പോയി ഭാഗ്യം കൊണ്ട് മാത്രം വിജയിക്കുന്ന ഒരു ടീമാകും കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.